കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുരിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യകാ മറിയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികളെ തങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതിന് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള ജനതയെ നിത്യരക്ഷയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് പ്രത്യക്ഷപ്പെട്ട് സാത്താൻ്റെ കരങ്ങളിൽ നിന്നും മനുഷ്യവംശത്തെ രക്ഷിച്ച് ഈ ലോകത്തിൻ്റെ ഏക രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിവിധ പ്രത്യക്ഷപ്പെടലുകളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിൽ നാം കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ഏതാണ്ട് 80% മുസ്ലിം സഹോദരങ്ങളും ബാക്കി 20% മാത്രം ഇതര മതങ്ങളും വസിക്കുന്ന, അല്ലെങ്കിൽ ഇതര മതസ്ഥരും വസിക്കുന്ന ഈജിപ്തിൽ പരിശുദ്ധ അമ്മ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഏതാണ്ടൊരു 2.5-3 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈജിപ്തിൽ 1968 ഏപ്രിൽ മാസം 2-ാം തീയതി മുതൽ 1970-71 കാലഘട്ടം വരെ ഈജിപ്തിലെ കൈറോയ്ക്കടുത്തുള്ള സെയ്റ്റൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ ഓരോ ആഴ്ചയിലും 2-3 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് മൗനമായി നിന്ന് തന്നെ ആ ജനതയ്ക്ക് സ്വർഗത്തിൻ്റെ വലിയ സന്ദേശങ്ങൾ കൈമാറിയ അത്ഭുതകരമായ ഇടപെടലാണ് സെയ്റ്റൂണിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ നാം കാണുക. ഈജിപ്തിലെ ക്രൈസ്തവ സഭയുടെ ഒരു പശ്ചാത്തലം ഈജിപ്തിലെ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിന് മുൻപൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. AD 42 സുവിശേഷകനായ വിശുദ്ധ മർക്കോസ് ഈജിപ്തിലെ കെയ്റോയിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും അങ്ങനെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഫലമായി അനേകര് യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുവെന്നും സഭാചരിത്രം പഠിപ്പിക്കുന്നു. സുവിശേഷകനായ മർക്കോസ് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ ആദ്യത്തെ ബിഷപ്പായി അവരോധിക്കപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു. വിശുദ്ധ മർക്കോസിൽ നിന്നും ലഭിച്ച വിശ്വാസം അവിടെയുണ്ടായിരുന്ന വിശ്വാസികൾ തലമുറകളായി കാത്ത് പരിപാലിച്ച് തലമുറകൾക്ക് പകർന്നു കൊടുത്ത് അങ്ങനെ ഇപ്പോഴും ആ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും അടിയുറച്ച് നിൽക്കുന്ന ക്രൈസ്തവ ജനതയെ ഈജിപ്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കത്തോലിക്ക സഭ എന്ന് പറയുക ലത്തീൻ റീത്തിനോട് ചേർന്ന്
മറ്റ് 23 റീത്തുകൾ അടങ്ങിയ ഒരു ദൈവിക സംവിധാനമാണെന്നും ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ലത്തീൻ റീത്തും മറ്റ് പ്രാദേശിക റീത്തുകളായ ഏതാണ്ട് 23ഓളം റീത്തുകളും ഉൾപ്പെടുന്നതാണ് കത്തോലിക്ക സഭ. ഉദാഹരണമായി നമ്മുടെ നാട്ടിലെ സീറോ മലബാർ റീത്തും അതോടൊപ്പം തന്നെ സീറോ മലങ്കര റീത്തുമൊക്കെ ഈ 23 ഇതര റീത്തുകളിൽ ഉൾപ്പെടുന്ന റീത്തുകളാണ്, സഭകളാണ്. ഇതാണ് കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ സഭകളും റീത്തുകളും ഒന്നു ചേർന്ന് ഒരു ഇടയൻ്റെ കീഴിൽ ഏക സത്യവിശ്വാസത്തിൽ യേശുക്രിസ്തുവിൻ്റെ അനുയായികളായി നിന്നുകൊണ്ട് മാർപ്പാപ്പയുടെ അധികാരത്തിന് വിധേയപ്പെട്ട് വിശ്വാസ പ്രഘോഷണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് കത്തോലിക്ക സഭ വിശ്വാസികൾ. ഇപ്രകാരം ഈജിപ്തിലെ കത്തോലിക്ക സഭ വിശ്വാസികൾ അലക്സാണ്ട്രിയൻ റീത്തിൽപ്പെടുന്ന വിശ്വാസികളാണ്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ ആദ്യത്തെ ബിഷപ്പായി വിശുദ്ധ മർക്കോസിനെ നിയമിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷ പ്രഘോഷത്തിലൂടെ വളർന്ന സഭ ആ സ്ഥലത്തെ അലക്സാണ്ട്രിയയിലെ ആ പേര് തന്നെ തങ്ങളുടെ റീത്തിന് സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് അലക്സാണ്ട്രിയൻ റീത്ത് എന്ന പേരുണ്ടാവുക. അലക്സാണ്ട്രിയൻ റീത്തിലെ വിശ്വാസികളെ കോപ്റ്റിക് ക്രിസ്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈജിപ്തിലെ ക്രൈസ്തവ സമൂഹം ഭൂരിപക്ഷം പേരും കോപ്റ്റിക് ക്രിസ്ത്യൻസ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ കോപ്റ്റിക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസും ഈജിപ്തിലുണ്ട്. മുസ്ലിംസും കോപ്റ്റിക് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസും കോപ്റ്റിക് കാത്തലിക് ക്രിസ്ത്യൻസും ഒക്കെ ഉൾപ്പെട്ട് ഒന്നു ചേർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈജിപ്ത്. ഈജിപ്തിലെ സെയ്റ്റൂൺ എന്ന് പറയുന്ന സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത പാരമ്പര്യമായി പറയപ്പെടുന്നുണ്ട്. വിശുദ്ധ യൗസേ പിതാവ് ഹേറോദോസ് രാജാവിനെ ഭയന്ന് പരിശുദ്ധ അമ്മയെയും ഉണ്ണീശോയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത സംഭവം വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ കാണുമ്പോൾ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. ഈജിപ്തിൽ കെയ്റോയ്ക്ക് അടുത്തുള്ള സെയ്റ്റൂൺ എന്ന സ്ഥലത്തിനടുത്താണ് യൗസേ പിതാവും മാതാവും ഉണ്ണീശോയും ഈജിപ്തിൽ താമസിച്ചിരുന്നത് എന്നും ചില പാരമ്പര്യ രേഖകളിൽ കാണുന്നു. മറ്റൊരു രേഖ ഇപ്രകാരം പറയുന്നു: അവർ താമസിച്ച സ്ഥലത്തേക്ക് പോകുന്നതിന് വഴി യൗസേ പിതാവും തിരുക്കുടുംബവും സെയ്റ്റൂണിൽ അടിച്ച് താമസിച്ചിരുന്നുവെന്ന് മറ്റ് ചില പാരമ്പര്യങ്ങളും സൂചിപ്പിക്കുന്നു. ഏതായാലും തിരുക്കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഈജിപ്തിലെ കൈറോ ജില്ലയിലെ സെയ്റ്റൂൺ എന്ന് പറയുന്ന സ്ഥലമെന്നും അവിടെയാണ് 1968 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യക്ഷപ്പെടൽ ആയിരക്കണക്കിന് ജനങ്ങൾ ദർശിക്കുക. പ്രിയമുള്ളവരെ, ഈ പ്രത്യക്ഷപ്പെടൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്രകാരമാണ്. ഫാത്തിമയിൽ 3 കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ പ്രത്യക്ഷപ്പെട്ടത്. ലൂർദിൽ ഒരു വ്യക്തിക്ക് ബർണീറ്റയ്ക്കാണ് പരിശുദ്ധം പ്രത്യക്ഷപ്പെട്ടത്. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ചില വ്യക്തികളെ തിരഞ്ഞെടുത്താണ് നമ്മൾ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഈജിപ്തിലെ ദൈവമാതാവ് സെയ്റ്റൂണിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് മുൻപിലാണ്. അത് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല. 1968 മുതൽ 70 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇപ്പോഴും ആ പ്രത്യക്ഷപ്പെടലെടുത്ത ഫോട്ടോഗ്രാഫുകൾ നമുക്ക് ലഭ്യമാണ്. ഈ ലോകത്തിൽ ഈ നൂറ്റാണ്ടിലും പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൻ്റെ ഒരു അടയാളമായി, കാലഘട്ടത്തിൻ്റെ അടയാളമായി ക്രൈസ്തവരോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് ഈജിപ്തിലെ സെയ്റ്റൂണിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ നമുക്ക് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇനി പരിശുദ്ധ അമ്മ ഈജിപ്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന
ചരിത്ര പശ്ചാത്തലം കൂടി നാം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ട ഒരു സമയമായിരുന്നു അത്. അറബ് ഇസ്രായേലി യുദ്ധത്തിൽ അറബ് സഖ്യം പരാജയപ്പെട്ടത് ചരിത്ര സംഭവമാണല്ലോ. ഇപ്രകാരം അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട മുസ്ലിങ്ങൾക്കിടയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളും വർഗീയവാദികളും ഈജിപ്തിലെ പ്രത്യേകിച്ചും കോപ്റ്റിക് ക്രിസ്ത്യൻസിൻ്റെ വീടുകൾ തിരഞ്ഞ് പിടിച്ച് ഓരോ ക്രൈസ്തവരുടെ വീടുകളും രക്തം കൊണ്ട് കുരിശടയാളം വരച്ച് മുദ്ര ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനേകരെ വധിക്കുകയും അനേകർക്ക് അവരെ ആ സ്ഥലത്ത് നാട് കടത്തുകയും അവിടുന്ന് ഓടിപ്പോകുവാൻ അനേകരെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു ക്രൈസ്തവ പീഡനം മുസ്ലിം തീവ്രവാദികളും വർഗീയവാദികളും ആരംഭിച്ചിരുന്ന ഒരു സമയത്താണ് പരിശുദ്ധ കന്യകാമറിയം ഈജിപ്തിലെ സെയ്റ്റൂണിൽ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുക. വർഗീയവാദവും മതസ്പർദ്ധയും ക്രൈസ്തവ വിരോധവുമൊക്കെ നിലനിന്നുകൊണ്ടിരുന്ന ഒരു ചരിത്ര പശ്ചാത്തലമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ സമയത്ത് ഈജിപ്തിലെ കൈറോയിൽ ഉണ്ടായിരുന്നത്. അവിടെ ക്രൈസ്തവരെ തിരഞ്ഞു പിടിച്ച് ക്രൈസ്തവരെ വധിച്ച് ക്രൈസ്തവരെ മറ്റ് ജനങ്ങൾക്ക് മുമ്പിൽ മോശക്കാരായി ചിത്രീകരിച്ച് വിശ്വാസം തകർക്കുവാൻ ഇസ്ലാം വർഗീയവാദികളും തീവ്രവാദികളുമൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്ന സമയത്താണ് പരസ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി പരിശുദ്ധ കന്യകാമറിയം സെയ്റ്റൂണിൽ പ്രത്യക്ഷപ്പെടുക. 1968 ഏപ്രിൽ മാസം 2-ാം തീയതി സെയ്റ്റൂണിൽ ആരംഭിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. 1924 നമ്മൾ തിരിച്ചു പോകണം ഈ വാഗ്ദാനം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ. 1924 റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ധനികനായ ഒരു കോപ്റ്റിക് ക്രിസ്ത്യൻ തൗഫീഖ് ഖലീൽ എബ്രാഹാം എന്ന് പറയുന്ന ഒരു കോപ്റ്റിക് ക്രിസ്ത്യൻ തൗഫീഖ് ഖലീൽ അബ്രഹാം, അദ്ദേഹം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള സെൻറ് മേരീസ് പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വലിയ ഹോട്ടൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചു. ബിസിനസ്സുകാരനായ അദ്ദേഹം തൻ്റെ സ്ഥലമൊക്കെ ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയം ഒരു ഹോട്ടൽ അവിടെ പണിയുവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ട എല്ലാ പ്ലാനുകളും നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ തൗഫീഖ് ഖലീൽ എബ്രഹാം എന്ന് പറയുന്ന കോപ്റ്റിക് ക്രിസ്ത്യന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടപ്പോൾ ഇബ്രഹാം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇവിടെ ഒരു ഹോട്ടലല്ല പണിയേണ്ടത്, എൻ്റെ നാമധേയത്തിൽ നീ ഇവിടെ ഒരു ദേവാലയം പണിയണം. അങ്ങനെ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് 1925-26 തൗഫീഖ് ഖലീൽ എബ്രഹാം തൻ്റെ ആ സ്ഥലത്ത് ഹോട്ടൽ പണിത് ഇനിയും സമ്പന്നനാകാനുള്ള തൻ്റെ ലക്ഷ്യമൊക്കെ ഉപേക്ഷിച്ച് സെൻറ് മേരീസ് ചർച്ച് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയം അവിടെ പണിയുകയാണ്. ഈ സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് അമ്മ ഇപ്രകാരം പറഞ്ഞു,
നീ ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ ഒരു ദേവാലയം പണിയുകയാണെങ്കിൽ ഒരു വലിയ അത്ഭുതം ഞാനിവിടെ പ്രവർത്തിക്കും. ഈ രാജ്യത്തുള്ള സകല ജനങ്ങൾക്കും ഒരു അടയാളമായി വലിയൊരു അത്ഭുതം ഞാനിവിടെ പ്രവർത്തിക്കുന്നത് നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം ഏറ്റെടുത്ത് ഖലീൽ ഇബ്രാഹിം അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു. ഈ അമ്മ വാഗ്ദാനം ചെയ്ത 1924 വാഗ്ദാനം ചെയ്ത അത്ഭുതമാണ് 1968 മുതൽ അവിടെ സംഭവിച്ചത്. പ്രിയമുള്ളവരെ, ഏതാണ്ട് 80% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലമാണ് ഈജിപ്ത് എന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഈജിപ്തിലെ കൈറോയിലുള്ള സെന്റ് മേരീസ് പള്ളിയുടെ അടുത്ത് 2 മുസ്ലിം സഹോദരങ്ങൾ തങ്ങളുടെ ഗരാജിൽ ബസ്സിൻ്റെയൊക്കെ കേടുപാടുകളൊക്കെ തീർക്കുന്ന ഗരാജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഗരാജിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന സെന്റ് മേരീസ് ചർച്ചിൻ്റെ മുകളിലെ മകുടത്തിൻ്റെ മുകളിൽ ശക്തമായ ഒരു പ്രകാശം അവർ കാണുകയാണ്. ഈ പ്രകാശം കണ്ട ഉടനെ ഇതിലെന്തോ പ്രത്യേകതയുണ്ട് എന്ന് 2 മുസ്ലിം വ്യക്തികൾക്കാണ് ഇത് കാണുവാൻ സാധിച്ചത്. അവർ ഉടനെ നോക്കി, അതിലെന്തോ പ്രത്യേകത ഉണ്ടെന്ന് കണ്ട് ഈ പ്രകാശത്തിനുള്ളിൽ ഒരു യുവതിയെ അവർ കാണുകയാണ്. അപ്പോൾ അവർ ഇപ്രകാരം വിചാരിച്ചു, ഏതെങ്കിലും ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി ഈ പള്ളിയുടെ മകുടത്തിന് മുകളിൽ കയറി നിൽക്കുകയാണ്. ഏത് സമയവും ഈ യുവതി താഴേക്ക് ചാടും. അങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു യുവതിയാണ് ഈ ദേവാലയത്തിൻ്റെ മകുടത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതെന്ന് ഇവർ വിചാരിച്ചു. ഈ 2 മുസ്ലിം സഹോദരന്മാരിൽ ഒരാൾ ഫാറൂഖ് മുഹമ്മദ് അദ്വ എന്ന് പറയുന്ന സഹോദരൻ ഉറക്കെ നിലവിളിച്ചു, ഈ സ്ത്രീയെ നോക്കിക്കൊണ്ട്, താഴേക്ക് ചാടരുത്, ദയവായി നിങ്ങൾ താഴേക്ക് ചാടരുത്, ആത്മഹത്യ ചെയ്യരുത് എന്ന് ഈ സഹോദരൻ ഉറക്കെ നിലവിളിച്ച് ഈ സ്ത്രീയോട് പറയുകയാണ്. ഈ സഹോദരൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് ചുറ്റുപാടുമുണ്ടായിരുന്ന ആളുകളൊക്കെ ഓടിക്കൂടി. അവരെല്ലാവരും നോക്കുമ്പോൾ ഈ മകുടത്തിന് മുമ്പിൽ ഇതാ ഒരു സ്ത്രീ നിൽക്കുന്നു, മുകളിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. അവരെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണുന്ന പ്രകാരമാണ്, വലിയൊരു പ്രകാശത്താൽ ഈ സ്ത്രീ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രകാശം ഈ സ്ത്രീയുടെ ചുറ്റുപാടിൽ നിന്നല്ല വരുന്നത്, ഈ സ്ത്രീയുടെ ഉള്ളിൽ നിന്നാണ് പ്രകാശം ബഹിർഗമിക്കുന്നത്. അങ്ങനെ പ്രകാശത്തിൽ നിറഞ്ഞ ഒരു പ്രത്യക്ഷപ്പെടലായിരുന്നു അവിടെ കണ്ടത്. ആളുകൾ പല സ്ഥലത്ത് നിന്ന് ഓടിക്കൂടി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് കോപ്റ്റിക് ക്രിസ്ത്യൻ വിളിച്ചു പറഞ്ഞു, ഇത് പരിശുദ്ധ കന്യകാമറിയമാണ്, പരിശുദ്ധ കന്യകാമറിയമാണ് ഇതെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ കാണുവാൻ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഓടിക്കൂടി. അമ്മയെ അവർ തിരിച്ചറിഞ്ഞു. അമ്മയുടെ വെളുത്ത അങ്കിയിൽ നീല റോബ് ചുറ്റി. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ എല്ലാവർക്കും യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി. അവിടെ നിന്നവർക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിച്ചു, ആ സ്ത്രീ തങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായി നോക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. കൂടുതലും മുസ്ലിം സഹോദരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. കോപ്റ്റിക് ക്രിസ്ത്യൻസും ഓർത്തഡോക്സ് ക്രിസ്ത്യൻസും ഒക്കെ ഇവിടെ ഒന്നിച്ച് ഓടിക്കൂടി. അവർ ഓരോരുത്തരും കാണുന്നത് ഇപ്രകാരമാണ്, തങ്ങളെ വ്യക്തിപരമായി ഈ സ്ത്രീ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഓരോരുത്തരെയും വ്യക്തിപരമായി നോക്കി ഈ സ്ത്രീ പുഞ്ചിരിക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഒരു വ്യക്തിപരമായ അനുഭവമാണ് പരിശുദ്ധ അമ്മ 1968 ഏപ്രിൽ 2-ാം തീയതിയുടെ പ്രത്യക്ഷപ്പെടലിൽ നൽകുക. അതിനുശേഷം അവർ നോക്കുമ്പോൾ തങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് തങ്ങളെ നോക്കിക്കൊണ്ട് നിന്ന സ്ത്രീ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതായിട്ട് അവർ കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ
തങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്ന ആ സ്ത്രീ ഈ ദേവാലയത്തിൻ്റെ മുകളിലെ മകുടത്തിൻ്റെ മുകളിലുള്ള കുരിശിൻ്റെ മുൻപിൽ മുട്ടുമേൽ നിന്ന് കുരിശിനെ വണങ്ങി അല്പനേരം പ്രാർത്ഥിക്കുന്നതും അവർ കണ്ടു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ തിരുബലിയുടെ അടയാളമായ കുരിശുമരണത്തിൻ്റെ അടയാളമായ ദേവാലയത്തിൻ്റെ മുകളിൽ ഉയർന്നു നിന്ന കുരിശിന് മുൻപിൽ മുട്ടുമേൽ നിന്ന് കുരിശിനെ നമിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ ഈജിപ്തിന് മുഴുവനും യേശുക്രിസ്തു കുരിശിൽ മരിച്ച് ഈ ലോകത്തെ രക്ഷിച്ച ഏക രക്ഷകനാണെന്നും അവനെയാണ് ആരാധിക്കേണ്ടതെന്നും അവനിൽ മാത്രമാണ് രക്ഷയെന്നും ഈജിപ്തിലെ സകല ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, 1968 ഏപ്രിൽ 2-ാം തീയതി തുടങ്ങിയ പ്രത്യക്ഷപ്പെടൽ പിന്നീട് ഏപ്രിൽ 9-ാം തീയതിയും അതിനുശേഷം ഓരോ ആഴ്ചയിലും 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് ഇതേ സ്ഥലത്തിന് പ്രത്യക്ഷപ്പെട്ട് 2-3 വർഷക്കാലം പരിശുദ്ധ അമ്മ ഈജിപ്തിലെ ജനങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകി. ഇനി വരുന്ന എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ ചില പ്രത്യേകതകൾ നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കും. പരിശുദ്ധ അമ്മ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല എന്നും മുസ്ലിം സഹോദരങ്ങളും എല്ലാ മതസ്ഥരും ഒരുപോലെ യേശുക്രിസ്തുവിലൂടെ നിത്യരക്ഷയിൽ എത്തിച്ചേരേണ്ടവരാണെന്നും പരിശുദ്ധ അമ്മ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരുടെയും അമ്മയായി ഈ ലോകത്ത് കൂടെയുണ്ട് എന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം കൂടി ഈജിപ്തിലെ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ നമുക്ക് നൽകുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈജിപ്തിലെ സെയ്റ്റൂണിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വർദ്ധിച്ചു വരുന്ന മതസ്പർദ്ധയും ക്രൈസ്തവ വിരോധവുമൊക്കെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്ത് ക്രൈസ്തവരും ഇതര മതവിശ്വാസികളുമെല്ലാം ഐക്യത്തിലും സ്നേഹത്തിലും യേശുക്രിസ്തുവിൽ ഒന്നായി ജീവിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ഒരുങ്ങുവാനുള്ള കൃപ ലോകം മുഴുവൻ നിറയപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ പൗൽ രണ്ടാമൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്ക് അപേക്ഷിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.